ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെ അന്വേഷണം ഞാൻ കുട്ടികളുടെ അടുത്ത് എല്ലാ ദിവസവും പറയാറുണ്ട്. കാരണം നമ്മൾ ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ അതിനകത്തേക്ക് ഒരു വോയിസ് എങ്കിലും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരും തിരിച്ച് വോയിസൊക്കെ വിടും. അപ്പോൾ ഞാൻ റയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഒരു ഫോട്ടോയെങ്കിലും ഒന്ന് കാണിച്ചു തടാ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് അവൻ ഈ ടർക്കിയിൽ ഇറങ്ങിയപ്പോൾ ഷോർ ലിവ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഇത് ടർക്കിയാണ്. ടർക്കിയിലുള്ള ടസ്ല എന്നുള്ള സ്ഥലം, സിറ്റി ഓഫ് സോൾട്ട് ലേക്സ് എന്നും ഈ ടസ്ലേനെ പറയുന്നുണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല, ഞാനത് കണ്ടായിരുന്നു അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, സിറ്റി ഓഫ് സോൾട്ട് ലേക്സ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം അവനൊരു കുഞ്ഞ് വീഡിയോ ക്ലിപ്പ് വിട്ടു തന്നതാണ് കേട്ടോ. പിന്നെ റിച്ചാർഡ് ഇപ്പോൾ ഉള്ളത് മലേഷ്യയിലാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്തും ഞാൻ നിങ്ങളുടെ അന്വേഷണങ്ങൾ എല്ലാം പറയാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഫാമിലി ഗ്രൂപ്പിൽ ഇടുമ്പോൾ മൂന്നാൾക്കും അത് കേൾക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാനല്ലെന്നുണ്ടെങ്കിൽ 3 പേർക്കും സെപ്പറേറ്റ് ഇങ്ങനെ വിടുമ്പോൾ ആരോടാ പറഞ്ഞത് ആരോടാ പറയാത്തതെന്നൊരു സംശയം തോന്നിയിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോഴാണ് റോജർ പറഞ്ഞേട്ടോ, ഇത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യാം, ഒരു ഗ്രൂപ്പ് ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എന്ത് പറയണമെന്നുണ്ടെങ്കിലും ഞാൻ ആ ഗ്രൂപ്പിലേക്ക് വോയിസ് ഇടും. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് കേൾക്കാമല്ലോ, അതുകൊണ്ട്. അപ്പോൾ രാവിലെ ഞാനേ തുണി വാഷ് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും നമ്മുടെ ലിക്വിഡ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നിട്ട് 2 മാസം മുന്നേ തോന്നണം ആ ലിക്വിഡ് പുതിയത് മേടിച്ച് വെച്ചത്, ഇപ്പോഴാണ് കേട്ടോ എടുത്തത്. ഇപ്പം നമ്മൾക്ക് അലക്കം വളരെ കുറവല്ലേ, അപ്പോൾ അത് പൊട്ടിച്ച് നമുക്ക് ഒഴിക്കാൻ പാകത്തിന് ആ പഴയ ബോട്ടിലിൻ്റെ അകത്തേക്കൊക്കെ ഒന്ന് ആക്കി വെച്ചതാണ് കേട്ടോ, അതിൻ്റെ വാഷ് ചെയ്യാനുള്ള തുണികളൊക്കെ ഇട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വെള്ളയപ്പത്തിന് രാവിലെ എഴുന്നേറ്റിട്ട് ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പത്തിന് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത്തിരി ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് വെജിറ്റബിൾ സ്റ്റൂ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ, പ്രത്യേകതകളൊന്നുമില്ല ഇന്നത്തെ കുക്കിങ്ങിൽ, എപ്പോഴും ചെയ്യണ പോലെ തന്നെ. അപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടിയിട്ട് നമ്മൾ മുഴുവൻ മസാല പൊട്ടിച്ചിട്ട്, അതായത് നെയ്യിൽ വേണം ചെയ്യാനായിട്ട്. നെയ്യിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ആയതുകൊണ്ട് വേറെ ഫ്ലേവറൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നെയ്യ് ഇത്തിരി ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചിക്കൻ സ്റ്റോക്കൊക്കെ ഇട്ടൊക്കെ ചെയ്യാം, പക്ഷേ പപ്പക്ക് അതൊന്നും ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും ഇതിനകത്തേക്ക് ഇടാറില്ല. അപ്പോൾ അതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇത്തിരി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച്, അതിനു മുമ്പ് അതിനകത്തുനിന്നൊരു 4-5 ഉരുളക്കിഴങ്ങിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചിട്ട് അതും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. കാഷ്യൂനട്ടൊന്നും സാധാരണ ഞാൻ ഇടാറില്ല കേട്ടോ, കാരണം കാഷ്യൂനട്ട് ഇട്ടില്ലെങ്കിലും നമ്മുടെ സ്റ്റൂവൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. വെറുതെ കാഷ്യൂനട്ട് അരച്ച് കളയണ്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ, ഞാൻ എപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ കാഷ്യൂനട്ട് സാധാരണ ഞാൻ ഇതുവരെയും അരച്ച് ചേർത്തിട്ടില്ല സ്റ്റൂവിൽ, അല്ലാതെ തന്നെ സ്റ്റൂ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് അത്യാവശ്യമുള്ളതൊന്ന് എടുത്ത് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അരച്ചിടണം. അപ്പോൾ അത് നമ്മുടെ ഇടപ്പാലിലൊന്ന് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ ഇത്തിരി വെള്ളം പോലെയുള്ള ഒരു പാലും കൂടി പിഴിഞ്ഞെടുത്തിട്ട് ഈ അരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കംപ്ലീറ്റ് പാലും നമുക്ക് ഈ ഒരു സ്റ്റൂവിലേക്ക് കിട്ടും. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം മതി എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് മതി. അപ്പോൾ അത് മിക്സിയുടെ ജാറും തേങ്ങാപ്പാലിൽ തന്നെ ഈ അവസാനം നമ്മൾ പിഴിഞ്ഞെടുക്കണ 3ാമത്തെ പാലക്കില്ല, അതിൽ തേങ്ങ അത് തന്നെ ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറും ഒക്കെ ഒന്ന് കഴുകി ഒഴിച്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത്ര ഒരു ടേസ്റ്റ് ഞാൻ വിചാരിച്ച പോലെയുള്ള ടേസ്റ്റും തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏറ്റവും അവസാനം ഒരു ഇത്തിരി നെയ്യ് കൂടിയിട്ട് മീതലേക്ക് ഇട്ട്, അപ്പോൾ ഇത് 1ാം പാലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇട്ടത് കേട്ടോ. അപ്പോൾ 1ാം പാൽ ഇട്ടതിന് ശേഷം പിന്നെ കൂടുതൽ നമ്മൾ ചൂടാക്കണ്ടല്ലോ, അപ്പോഴാണ് നോക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇത്തിരി കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഞാനൊരു ഇത്തിരി നെയ്യ് കൂടി എൻ്റെ മീതലിട്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നെയ്യ് ഇത്തിരി ഇട്ടത് കുറവായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഇത്തിരി ടേസ്റ്റ് കുറഞ്ഞു വന്നത്. കാരണം ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി പാലപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് വെള്ളയപ്പമൊക്കെ കഴിക്കാനായിട്ട്. കാരണം നമ്മളുടെ ഈ ഏജ് മാറുന്നതനുസരിച്ചിട്ട് നമ്മളുടെ ടേസ്റ്റുകളൊക്കെ മാറി വരുമല്ലോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ പുള്ളിക്ക് കുഴപ്പമില്ല, ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ പുട്ട് വിട്ടിട്ടൊരു കളിയില്ല, ഇപ്പം അങ്ങനെയല്ല.
ഇത് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ സ്റ്റൂവിൻ്റെ ഒപ്പം നമ്മൾ പെരുന്നാൾ സമയത്ത് ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ സ്റ്റൂവിൻ്റെ ഒപ്പം പുട്ട് മസ്റ്റാണ്. പക്ഷേ എനിക്കാണെങ്കിൽ പുട്ട് ഒട്ടും ഇഷ്ടമില്ല. അപ്പം ഞാൻ ഇത്തിരി വെള്ളയപ്പം ചിലപ്പോൾ ഉണ്ടാക്കും എനിക്ക് വേണ്ടിയിട്ട് സമയം കിട്ടിയാൽ. അപ്പോൾ അത് വെള്ളയപ്പം മാത്രം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് കഴിക്കാം. എങ്കിൽ തന്നെയും പപ്പക്ക് അത് തൃപ്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പപ്പക്ക് പുട്ടുണ്ടാക്കിയുള്ളൂ. പക്ഷേ ഇപ്പം ഇത്തിരി ചേഞ്ചൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളയപ്പം മാത്രമായാലും കുഴപ്പമില്ല. എങ്കിലും ആ ഒരു ഇഷ്ടം പുട്ടും സ്റ്റൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അത് തന്നെ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കും. ഇത്തിരി ബുദ്ധിമുട്ടൊന്നും പറയാനില്ലല്ലോ. പുട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇത്തിരി തേങ്ങ ഉണ്ടെങ്കിൽ വേഗം, തേങ്ങ ചിരണ്ടിയതുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ വെള്ളയപ്പമൊക്കെ എടുത്ത് വെച്ച് നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്കിപ്പോൾ അരി അരച്ച് വെക്കണേലും ഇഷ്ടം ഇങ്ങനെ വെക്കുന്നത് തന്നെയാണ്. ഈ പൊടി നനച്ചിട്ട് വെക്കണം, പെട്ടെന്ന് കഴിയുകയും ചെയ്യുമല്ലോ. തലേ ദിവസം മുതൽ ഒരുങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂബിക്ക് പിള്ളായിട്ട് രാവിലെ 2 മുട്ട ബോയിൽ ചെയ്തിട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അവൾക്ക് പ്രാർത്ഥനയുടെ ടൈമിൽ ആണ് ചിക്കൻ എടുത്ത് കൊടുക്കുന്നത്. രാത്രി ഒരു 7 മണിക്ക് അല്ലെങ്കിൽ 7:30 പ്രാർത്ഥന ഉണ്ടല്ലോ, 7:30 പ്രാർത്ഥനയുണ്ട്. കാരണം ആ സമയത്ത് ചിലപ്പോൾ സന്ധ്യ നേരത്തൊക്കെ പപ്പയുടെ ഫ്രണ്ട്സ് വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത്തിരി 7:30 ആയി പോകുള്ളൂ. ആരും വന്നിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 7 മണിക്ക് തന്നെ നമ്മൾ കറക്റ്റ് പ്രയറിനിരിക്കും കേട്ടോ. സന്ധ്യ മണി നമ്മുടെ പള്ളിയിൽ മണിയടിക്കൂലേ, ആ സമയത്ത് തന്നെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 2 മുട്ട ബോയിൽ ചെയ്യണം. ഇപ്പോൾ മുട്ട മേടിക്കലൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. മുട്ട മേടിച്ചാൽ റൂബിക്കാണ് കൊടുക്കണത്. ഞങ്ങൾ അങ്ങനെ എടുക്കാറില്ല, വല്ലപ്പോഴും മാത്രമേ എടുക്കുകയുള്ളൂ. നമ്മുടെ റോജറൊക്കെ ഉള്ളപ്പോഴല്ലേ ഒരുപാട് മുട്ട ഇങ്ങനെ മേടിച്ച് വെക്കണതും തീരണതും ഒക്കെ വേഗം അങ്ങനെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. 12 മുട്ട മേടിച്ചാലും കുറച്ച് അധികം ദിവസത്തേക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ മുട്ട ഒക്കെ ആയിക്കഴിഞ്ഞ് അത് അവൾക്ക് കൊടുത്ത് ചില സമയത്ത് അവൾ കഴിക്കൂല കേട്ടോ. ഇതെടുത്ത് മാറ്റി വെക്കും. പിന്നെ ഇന്നിപ്പോൾ ഏതായാലും പെട്ടെന്ന് തന്നെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കറി മത്തങ്ങ കൊണ്ടിട്ട് മത്തങ്ങയും പരിപ്പും കൂടി ചേർത്തിട്ട് തേങ്ങ അരച്ച കറി. ഇതിനെ എരിശ്ശേരി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിനെ നമ്മളങ്ങനെ എരിശ്ശേരിക്ക് ഇങ്ങനെ വറുത്തൊക്കെ ഇടൂലേ, ഒന്ന് വാട്ടി തേങ്ങ ഇടില്ല, അങ്ങനെയൊന്നും ഇടണമെന്നില്ല. പച്ച തേങ്ങ തന്നെ അരച്ചിട്ട് ചേർക്കണേ. അപ്പോൾ ഈ എരിശ്ശേരി വെക്കുമ്പോൾ എനിക്ക് എപ്പോഴും പരിപ്പ് ഇത്തിരി കടിക്കുന്ന രീതിയിൽ കിടക്കണതാണ് ഇഷ്ടം. പരിപ്പ് വെന്ത് പൊടി പോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട പോലെ ആയിപ്പോവും. കറി ഒരു ഭയങ്കര കുറുകി അങ്ങോട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരിപ്പും ചേർത്തിട്ട് മത്തങ്ങ വേവിക്കാൻ വെച്ച്. അപ്പോൾ ആ ഒരു പരിപ്പിൻ്റെ വേവ് കൂടിപ്പോവില്ലല്ലോ. മത്തങ്ങ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് ആയി കഴിയുമ്പോൾ പരിപ്പ് അധികം അങ്ങോട്ട് വെന്ത് പോയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് പരിപ്പും കൂടി എടുത്ത് അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് മത്തങ്ങയും കൂടി ചേർത്ത്, പിന്നെ ഇത്തിരി പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടാണ്. പിന്നെ ഇനി അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ കറി അതാണ്. അപ്പോൾ ഇനി തേങ്ങ ചിരണ്ടി എടുക്കണം. തേങ്ങയുടെ അകത്ത് ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് മാത്രമേ അരക്കണുള്ളൂ. കാരണം പച്ചമുളകൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ചേർത്ത് അരക്കണില്ല. അപ്പോൾ അത്രയുള്ള പണികൾ കേട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോയിലെ നമ്മളുടെ ജീവിതത്തിൽ ആദ്യം ചെറിയൊരു കുഞ്ഞിക്കലം വെച്ചിട്ട് ചോറ് വെക്കും. പിന്നെ നമ്മളുടെ കലം അങ്ങനെ വലുതായി വരും. ഒരുപാട് മെമ്പേഴ്സ് കൂടും. അപ്പോൾ ഒത്തിരി വലിയ കലം നമ്മൾ ചോറ് വെക്കാൻ യൂസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഞാൻ നമ്മുടെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയായിരുന്നേ. ആ സമയത്ത് കുട്ടികളെല്ലാവരും വീട്ടിലുള്ള സമയത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നഷ്ടബോധമായിരുന്നു. എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് കേട്ടോ. ഇത് ശരിക്കൊരു മാനസിക രോഗമെന്ന് എനിക്ക് തോന്നും, ഇങ്ങനെ പഴയത് ഓർത്തിട്ട് വിഷമിക്കുന്നത്. എങ്കിലും നമ്മളത് ഒന്ന് കാണുമ്പോഴത്തേക്കും അത് വീഡിയോസ് ഉള്ളതല്ലേ നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും എന്തായാലും മനസ്സിലേക്ക് അങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ അകത്ത് റയൻ സ്കൂളിൽ നിന്ന് വന്ന് അപ്പോൾ റൂബി ഓടിച്ചെന്ന് റയൻ്റെ മേത്തേക്ക് കയറി. റയൻ അവിടെ യൂണിഫോം ഇട്ട് ബാക്കിൽ ബാഗും തൂക്കിയിട്ട് അങ്ങനെ കിടക്കണ് സിറ്റ് ഔട്ടിൽ. അവൾ മറിച്ചിട്ടിട്ട് സ്നേഹം പ്രകടിപ്പിക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് വലിയൊരു അലൂമിനിയത്തിൻ്റെ വലിയ ചട്ടിക്കകത്താണ്, വട്ടച്ചട്ടിയിട്ട് കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിരുന്നൊരു പാത്രമായിരുന്നു ആ അലൂമിനിയത്തിൻ്റെ പാത്രം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോരം റൈസാണ്, 2 കിലോ റൈസാണ് ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. എന്നിട്ട് അത് ഒരു 1/4 ഭാഗം അതിനകത്ത് വേവിച്ച് ബിരിയാണിക്ക് ഉണ്ടാക്കണതൊക്കെ ആ വീഡിയോയിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, അയ്യോ ഇത്രയും വലിയ വട്ടപാത്രത്തിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇപ്പം കുക്കർ ബിരിയാണി ആയി. കാരണം അത്രയും ഒതുങ്ങി നമ്മൾ കുക്കർ ബിരിയാണി. ഇപ്പം ആ ബിരിയാണിയും ഇല്ലേ. റോജർ
ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കുക്കർ ബിരിയാണി എപ്പോഴും വെച്ച് കൊടുക്കാറുണ്ട്, അവനും ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ അവൻ പോയി കഴിഞ്ഞപ്പോൾ അതും നിന്ന്. ഇപ്പോൾ ഒരു കുക്കറിനകത്ത് ഒരു ഇത്തിരി അരി ഇട്ട് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ചുരുങ്ങി നമ്മളല്ലേ. അപ്പോൾ അത് ഓർത്തിട്ടാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ വിദേശത്തേക്ക് വിട്ട് പഠിപ്പിക്കുന്ന കുട്ടികൾ അവിടെ ജോലിയായി, അവിടെ സെറ്റിലായി, പിന്നെ നാട്ടിലേക്ക് വരാനായിട്ട് വലിയ താല്പര്യം കാണില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പല അമ്മമാർക്കും വിഷമമായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് വിഷമമായി സ്വപ്ന എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പോൾ ഒരു സത്യാവസ്ഥ പറഞ്ഞതാണ്. ഞാൻ ആ OCMയുടെ ചാനൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. അവരുടെ ആ ഒരു സങ്കടകരമായ മുഖം കണ്ടപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഇത് അല്ലേ ഓരോരുത്തരുടെ അവസ്ഥ എന്നുള്ളത്. കാരണം മക്കൾ രക്ഷപ്പെടണം, നല്ല രീതിക്ക് ജീവിക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര പണം മുടക്കിയിട്ട് മക്കളെ വിദേശത്തേക്ക് വിട്ട് പഠിപ്പിക്കുന്നതും അവരവിടെ സെറ്റിലാകുന്നതും അല്ല. പക്ഷേ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു വേദനയുണ്ട് എന്നുള്ളത് നമ്മൾ അതിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. അങ്ങനെ ആരും വിഷമം തോന്നിയാലും ആർക്കൊക്കെ വിഷമം തോന്നി അവരോടെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. നമ്മളെപ്പോലെയുള്ള അമ്മമാരുടെ ഈ ഒരു മാനസികാവസ്ഥേനെ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്നാണ് അറിയപ്പെടുന്നതെന്ന് ഒരു കമൻസിലൂടെ ഒരാൾ എഴുതിയത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം പറന്നുപോയ ഒഴിഞ്ഞ കൂട് പോലെയുള്ള നമ്മുടെ മനസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, അടുത്തിരുന്ന് ഒരുപാട് വഴക്കും അടിയും ബഹളം ഉണ്ടാക്കുന്നതിൽ നല്ലത് ദൂരെ ഇരുന്ന് സ്നേഹിക്കുന്നത് തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് സമാധാനിക്കാം. ആ ഒരു നല്ല കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടാവും. നിങ്ങൾ അങ്ങോട്ട് ഇടയ്ക്ക് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പോകാം, അതും ഒരു സന്തോഷമല്ലേ, ഒരു ചേഞ്ച് നമ്മളുടെ ജീവിതത്തിൽ. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ വീടിനകത്ത് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. പുറത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ എവിടെയെങ്കിലും 1-2 ദിവസം മാറി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടേതായ ഈ ഒരു സേഫ് സോണുണ്ട്. വീടിൻ്റെ അകമെന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ് സോണാണ്. ഞാൻ എപ്പോഴും പറയില്ല, എനിക്ക് വീടിൻ്റെ അകത്ത് ഭയങ്കര സന്തോഷമൊന്നും അറിയില്ല. അത് ആ ഒരു സേഫ് സോണിൽ നമ്മൾ അതിൽ സെറ്റായിട്ടിരിക്കണേണ്. പുതുമയായിട്ട് നമ്മൾ ഒന്നും ചെയ്യണില്ല. പക്ഷെ പുറത്തേക്ക് നമ്മൾ പോയി 1 ദിവസം 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 1 മാസമൊക്കെ ട്രിപ്പ് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട് വിസിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങളെന്ന് പറയുമ്പോൾ, അങ്ങനെയൊക്കെ പോവുകയും വരെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ സേഫ് സോണിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് പുതിയ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കണ്ട് ചെയ്യണം. കാരണം നമ്മളുടെ കുളിമുറി വേറേതാണ്. അപ്പം നോക്കണം നമ്മൾ എങ്ങനെയൊക്കെയാണ്, എവിടേക്കാണ് ടാപ്പ്, എവിടേക്കാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നോക്കാം എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പുതുമയുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോവുകയും വരെയും മാറി താമസിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് വളർച്ച ഉണ്ടാകുന്നതെന്ന് പറയും. അല്ലാതെ നമ്മൾ ഈ സേഫ് സോണിൽ കണ്ണുമൂട്ടി നമുക്കെല്ലാം ചെയ്യാം, നമ്മൾക്ക് എല്ലാം ഒത്തിണങ്ങി കിടക്കുന്ന ഒരു സ്ഥലത്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവരോടും കൂടിയിട്ട് മിങ്കിൾ ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളത് എനിക്കറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു ജീവിത സാഹചര്യം എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് അങ്ങനത്തെ ഒരാളാണ്. ഈ വീട്ടിൽ നിന്ന് ഒരു രാത്രി പോലും ഇങ്ങോട്ടോ മാറാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ എൻ്റെ വിവാഹശേഷം എൻ്റെ വീട്ടിലേക്ക് പപ്പ ഒരു ദിവസം എന്തോ വന്ന് നിന്നിട്ടുള്ളൂ ആകെപ്പാടെ. കാരണം നമ്മളുടെ വീട്ടിലിങ്ങനെ കല്യാണം കഴിഞ്ഞൊരു 3 ദിവസം ആകുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് നമ്മളുടെ അലമാരിയും ഡ്രസ്സുകളൊക്കെ ഇട്ട് തിരിച്ച് 2-3 ദിവസം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്ന പരിപാടി കഴിഞ്ഞ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു നൈറ്റാന്ന് തോന്നുന്നുണ്ട് പപ്പ എൻ്റെ വീട്ടിൽ നിന്നേക്കുന്നത് കേട്ടോ. അല്ലാതെ പപ്പ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ജോലിക്ക് പോകും, അത് ഒരാവശ്യമല്ലേ, അത്രയേ ഉള്ളൂ. ചാച്ച നമുക്ക് കൊച്ചിന് ചാച്ചണ്ടേ? ചാച്ചിക്കോ വെച്ച് ചാച്ചിക്കോ മുത്ത് ചാച്ചിക്കോ ഇട്ടമ്മിടെ മുത്ത് വാ. അമ്മ പോണില്ല, പേടിക്കണ്ട. ഞാൻ പോകുവാന്നാണ് പേടി. അതുകൊണ്ട് ഞാൻ കിടക്കണ വരെ അവൾ കണ്ണ് തുറന്ന് പിടിക്കും. ഞാൻ കിടന്നാലേ അവൾ കണ്ണടച്ച് കിടക്കണം, അല്ലെങ്കിൽ അവൾ കിടന്നിട്ട് കണ്ണ് തുറന്ന് പിടിച്ചേക്കും. ഞാൻ പോകണ്ടെന്നറിയാം. ചാച്ചിക്കോട്ടെ പൊന്നം ചാച്ചിക്ക് ഇവിടെ ചാച്ചിക്കോട്ടെ അമ്മിടെ മുത്ത് വാ. അമ്മിടെ മോൻ ചാച്ചനില്ലേ? ഞാൻ കിടക്കാൻ കാത്തു വെക്കണേ. അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ റൂബി ഇങ്ങനെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ കിടക്കുള്ളൂ കേട്ടോ. കൈയും മുഖത്തിൻ്റെ പകുതിയൊക്കെ പുറത്താണ്, പക്ഷെ ആൾ വീഴൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ കിടക്കുള്ളൂ.
അങ്ങനെ കിടക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. പിന്നെ ഞാൻ കിടക്കാതെ അവൾ കിടക്കുകയില്ല കേട്ടോ. ഇങ്ങനെ എന്നെ മുട്ടിച്ചേർന്നൊക്കെ വന്ന് കിടക്കും. അങ്ങനെ ഞാൻ എത്ര നേരം കിടക്കുന്നു അത്ര നേരം അവളും കിടക്കും കേട്ടോ. അങ്ങനെ നമ്മളുടെ കിടപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് 2 ഏത്തപ്പഴം ഉണ്ടായിരുന്നത് ഞാനൊന്ന് പഴം റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പപ്പക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പഴം റോസ്റ്റ്. അപ്പോൾ 2 ഏത്തപ്പഴം മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണ പഴം മാത്രമായിട്ട് അങ്ങനെ കഴിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഏതായാലും ഇത് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അഴുക്കില്ലാത്ത ശർക്കരയാണ് കേട്ടോ. ഞാൻ അരിയുണ്ട ഉണ്ടാക്കാൻ മേടിച്ച ശർക്കര, ഒട്ടും അഴുക്കില്ലാത്ത ശർക്കര. അപ്പോൾ ആ ഒരു ശർക്കര ഇതുകൊണ്ട് നമുക്ക് അരിച്ചൊന്നും എടുക്കണ്ട. അത് നമ്മളിങ്ങനെ വഴറ്റാനുള്ള പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ആക്കണുണ്ട്. പിന്നെ ഏത്തപ്പഴം ഞാൻ പതിയെ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യണത് ഈ പഴം റോസ്റ്റ്. അപ്പോൾ അധികം നേരം ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പഴം വെന്ത് വരില്ല. ഇത് ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ കുറേ അധികം നേരം ഇട്ട് കരിച്ചെടുക്കുന്നില്ല ഞാൻ. അതുകൊണ്ട് പഴം ഒന്ന് പുഴുങ്ങിയിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ശർക്കര ഉരുകിയതിൻ്റെ അകത്തേക്ക് തേങ്ങയും അവലും ഇത്തിരി ഏലക്കായയുടെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഈ ശർക്കരയൊക്കെ അധികം അങ്ങോട്ട് കളറില്ല കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് കളറില്ല ആയിരിക്കുള്ളൂ നടുക്കത്തെ ഫില്ലിങ് വരുന്നത്. ഇത് അധികം കളറില്ലാത്ത ശർക്കര ആയതുകൊണ്ട് അധികം ഡാർക്കായിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഫില്ലിങ്ങിൻ്റെ കാര്യം തീർന്ന്. പിന്നെ ഉള്ളത് അപ്പോൾ ഞാൻ ഏലക്കപ്പൊടി അവിടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏറ്റവും അവസാനം നമ്മൾ ഫ്ലേവർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അവസാനം ഇടുള്ളൂ. ആദ്യം തന്നെ ഈ ഫ്ലേവറിനുള്ള സംഭവങ്ങൾ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കരുത്. അത് ഏറ്റവും അവസാനം ഈ പായസത്തിലായാലും ഒക്കെ ഏറ്റവും അവസാനം ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇറക്കുന്നതിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ ചൂടിത്തിരി ഒന്ന് ഇരുന്നതിന് ശേഷമൊക്കെ ഇടുന്നതാണ് ഫ്ലേവർ നിൽക്കാനായിട്ട് എപ്പോഴും നല്ലത്. പിന്നെ ഒരു നീളം പാത്രം തന്നെ ഞാൻ എടുത്ത്. കാരണം ഈ പഴം പുഴുങ്ങിയത് അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ മുക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നീളത്തിലുള്ള പാത്രം തന്നെ എടുത്ത് ഉപ്പും പഞ്ചസാരയും മൈദപ്പൊടിയും ഇത്തിരി അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത്. കളറ് ഒന്നും ഇട്ടില്ല കേട്ടോ. കളറൊക്കെ ഇട്ടാൽ ഭംഗിയുണ്ടാകും. പക്ഷെ ഞാൻ ഇട്ടില്ല, വെറുതെ എന്തിനാണെന്ന് വിചാരിച്ചിട്ട് ഇട്ടില്ല. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒരുവിധം കട്ടയായിട്ട് തന്നെ ഒന്ന് ഒരുപാട് വെള്ളം പോലെ ആകാതെ ഒന്ന് കലക്കിയെടുത്ത്. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ മുക്കിയിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഫില്ലിങ് വെച്ച ഒരു വശം മാത്രം സീൽ ചെയ്തിട്ടും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് എണ്ണയിലിട്ട് നല്ല മുങ്ങിക്കിടന്ന് ഇങ്ങനെ ഫ്രൈ ആകുന്നതാണെങ്കിൽ മൊത്തത്തിൽ നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ എണ്ണ അധികം ഒഴിക്കാതെ തന്നെ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് ഉദ്ദേശം. അപ്പോൾ പഴം ആദ്യം ഞാനൊരു 2 മിനിറ്റ് വെച്ച്, അത് കഴിഞ്ഞിട്ട് അതായിട്ടില്ല, ഒന്നും കൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ വെന്ത് പോയിട്ടുണ്ട്. ഇതിനേലും കുറച്ച് മുന്നേ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി കൂടുതൽ വെന്ത് പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള അരിയെടുത്ത് മാറ്റണമെങ്കിൽ മാറ്റാം. ഞാൻ മാറ്റാൻ ശ്രമിച്ചപ്പോഴത്തേക്കും അത് വിട്ടു പോകുന്നില്ല. അതിനകത്ത് കടിച്ച് പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിനെ പിടിച്ച് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഴം ചിലപ്പോൾ വിട്ടു പോകാൻ പാടില്ല. 2 സൈഡും അറ്റവും വിട്ടു പോകാൻ പാടില്ല, നടുവശത്തും അങ്ങനെ കട്ടായി പോകാൻ പാടില്ല ഉള്ളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനതവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ നമ്മൾ പച്ചക്ക് പഴം കഴിക്കണതും ഇത് പുഴുങ്ങിയ പഴമൊക്കെ കഴിക്കണത് ഇതോടുകൂടി തന്നെയാണ്, നാരോടുകൂടി തന്നെ. അപ്പോൾ ഈ ഫില്ലിങ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്ന് ഒതുക്കി ഒന്ന് റെഡിയാക്കി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. ഈ പഴം പുഴുങ്ങിയതിൻ്റെ ചൂട് അങ്ങനെ തന്നെ നിൽക്കണേണ്. അപ്പം ഞാൻ വളരെ കുറഞ്ഞ രീതിയിലേ ഒന്ന് പിടിച്ചൊന്ന് ഷേപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇത് കൂടുതൽ അങ്ങോട്ട് വിടർന്ന് പോകുന്നുണ്ട്. അത് പഴം നല്ല സോഫ്റ്റാണല്ലോ. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതലും നല്ലതെന്ന് എനിക്ക് തോന്നി. നമ്മളധികം എണ്ണ ഇടാതെ തന്നെയല്ലേ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അധികം എണ്ണയൊന്നും കുടിക്കുകയൊന്നുമില്ല. അന്നേ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യം കഴിയുകയും ചെയ്യും. ഇതുപോലെ തന്നെ പഴംപൊരി ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ കഴിഞ്ഞൊരു ദിവസത്തെ ഒരാളുടെ വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. പഴം പുഴുങ്ങിയിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നത്. അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള പഴം, ഇവിടെ റയനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഇഷ്ടം. അവൻ അതുകൊണ്ട് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കും. കടയിലെ പഴംപൊരി ഭയങ്കര സോഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഒന്ന് പുഴുങ്ങിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴംപൊരി ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ഇനിയിപ്പോൾ പഴം തീർന്നിനി മേടിച്ചിട്ട് വേണം അത് നോക്കാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ ഇതിൻ്റെ മീതയിൽ ആദ്യം ഇട്ടിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് ആ സൈഡ് തന്നെ ഇടണം കേട്ടോ. അതായത് ഫില്ലിങ് വെച്ച ആ സൈഡ് കമഴ്ത്തി ഇടണം. അപ്പോൾ അത് ആദ്യം തന്നെ സീലായിക്കോളും. എന്നിട്ട് പിന്നെ ഒന്ന് മറിച്ചിട്ടാൽ മതി.
അപ്പോൾ ഇതിനകത്ത് മാവ് അങ്ങനെ പിടിച്ചിട്ടില്ല, താഴെ വശത്തൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് നമ്മളുടെ ഫ്രൈ പാനിലേക്ക് ഇട്ടതിന് ശേഷമാണ് മീതയിലേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇത്തിരി മാവൊക്കെ ആക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ആയി. പപ്പ വീട്ടിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പപ്പക്ക് ഒരുപാട് കഴിഞ്ഞിട്ടാണ് പപ്പ വീട്ടിലെത്തിയത്. അപ്പോൾ ഇതുണ്ടാക്കി വെച്ചിട്ട് തണുത്തതിന് ശേഷമാണ് കഴിച്ചത്. അതും നമ്മുടെ പ്രയറിൻ്റെ ടൈമായി വന്നപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പപ്പ കഴിക്കണം. പപ്പയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്തത് ഞാൻ വേറൊരു ദിവസമായിരുന്നു, ഇപ്പോൾ ഈ കാണിച്ച ദിവസമായിരുന്നില്ല. അത് ഞാൻ ഇതിനെ കൂടി ചേർത്തിട്ടെന്ന് മാത്രം കേട്ടോ. അപ്പം നമ്മളുടെ വീട്ടിലൊക്കെ ഇല്ലേ ചില ആളുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. പക്ഷേ ചില ആളുകൾ പോകുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ അങ്ങനെയാണ്, പോകുമ്പോഴേ അവർ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുള്ളൂ. ചില ആളുകൾ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരാൾ പോകുമ്പോൾ സന്തോഷിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ ആ ഒരു പെരുമാറ്റ രീതിയിൽ നമ്മളെ ഒരുപാട് വെറുപ്പിച്ച് കാണും അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ആ വ്യക്തി പോകുമ്പോൾ സന്തോഷം വരുന്നത്. അവർ നമ്മളുടെ കൂടെ നമ്മളുടെ സംസാരിച്ച് നമ്മളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ സന്തോഷം നമുക്ക് തോന്നില്ല. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അഭിനയിച്ചിട്ട് അങ്ങനെ ഇരിക്കും അല്ലേ. അങ്ങനെയൊക്കെ ഇല്ലേ നമ്മളുടെ ജീവിതത്തിൽ? എല്ലാവർക്കും ഉണ്ട് അങ്ങനെ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ആവേണ്ടത്? വരുമ്പോൾ സന്തോഷം വരുന്ന ഒരാളായി മാറണോ, പോകുമ്പോൾ സന്തോഷം വരുന്ന ഒരാളായി മാറണോ എന്നുള്ളത് നമ്മൾ തന്നെ വിചാരിക്കണം. വെറുപ്പിക്കാതെ പോവുക. ഇവിടെ പപ്പ പണ്ടേ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു വീട്ടിലേക്കും പോകരുതെന്ന്. ഒരു വീട്ടിലും വിസിറ്റ് ചെയ്യാൻ പോകരുത്. എന്തിനാണ് അങ്ങനെ പോകുന്നത്? അവരുടെ ആ ഒരു സ്വതന്ത്രമായിട്ട് അവർ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ കയറിയിട്ട് അവരുടെ ആ ഒരു വിലപ്പെട്ട സമയങ്ങൾ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നെല്ലാം പപ്പ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. നിങ്ങളും കാണാറുണ്ട്, ഞങ്ങൾ എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പപ്പക്ക് നിർബന്ധമുള്ള കാര്യമാണ്. വിശേഷം അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്കും ചെന്ന് കയറണ്ട. നമ്മൾ അവർ വിളിച്ചിട്ടുണ്ടോ എങ്കിലും മാത്രം അവിടെ ചെന്നാൽ മതി, അല്ലാതെ ചെന്ന് കയറാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ഒരാളാണ് പപ്പ. പപ്പയും പോകില്ല, ഞങ്ങളെയും വിടില്ല. ഒരുപാട് തവണ ഒന്ന് വരണേ, വീട്ടിലേക്ക് വരണേ എന്നൊക്കെ ഒരുപാട് തവണ നമ്മളോട് ഒരാൾ പറയണമെങ്കിൽ മാത്രമേ നമ്മളവിടെ വിസിറ്റ് ചെയ്യാറുള്ളൂ. പപ്പക്ക് നിർബന്ധമുള്ളൊരു കാര്യം അത്. അപ്പോൾ അതുകൊണ്ട് ഫോണിൽ വിളി പോലും അങ്ങനെ തന്നെയാണ് പപ്പ പറഞ്ഞത്. എന്തിനാണ് വിളിച്ചിട്ട് സംസാരങ്ങൾ കൂടുതലാക്കിയിട്ട് അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ച്? കാരണം നമ്മൾക്ക് സംസാരിക്കാൻ ഒരു ടോപ്പിക്കില്ലാതെ വരുമ്പോൾ നമ്മൾ അനാവശ്യ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തിനാണ് അനാവശ്യമായി ഫോൺ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി വിളിക്കുക. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫോൺ. അത് പറയാൻ വേണ്ടി വിളിക്കുക, അല്ലാതെ വെറുതെ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം അത് വലിയൊരു പ്രശ്നങ്ങളിലേക്ക് വരുന്ന സാഹചര്യങ്ങളും അങ്ങനെയൊക്കെ വരുത്തരുത് എന്നെല്ലാം പറയാറുണ്ട് കേട്ടോ. അതെൻ്റെ അഭിപ്രായം അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം നമ്മൾക്ക് അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിലൊക്കെ വന്നിട്ടുണ്ട്, കൂടുതൽ സംസാരിച്ചിട്ട് വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പണ്ടത്തെ ആളുകൾ പഴഞ്ചൊല്ല് പറയില്ലേ, അതാണ് അവസ്ഥ ഇപ്പം. ആരുടെ അടുത്തും കൂടുതൽ സംസാരിക്കാൻ പേടിയാണ്. എവിടെ നിന്നാണ് പണി വരുന്നതെന്ന് നമുക്ക് ഒരു പിടുത്തവും കിട്ടില്ല. അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. സംസാരം കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ലിമിറ്റ് ചെയ്തിട്ട് ആവശ്യ കാര്യങ്ങൾ സംസാരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒതുക്കലും എടുത്തു വെക്കലും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത്തിരി അരി ഉഴുന്നും കൂടി വെള്ളത്തിലിട്ടതൊന്ന് അരച്ച് പിറ്റേ ദിവസത്തേക്ക് വെക്കണം, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ റൂബി കുഞ്ഞിൻ്റെ കളികളൊന്നും കാണാൻ സാധിക്കാത്തതിൽ എനിക്കും വിഷമമുണ്ട്, നിങ്ങൾക്കും വിഷമമുണ്ട്. ആരുമില്ല കളിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വെറുതെ അവളുടെ ആ ഒരു ടോയ് വെച്ചിട്ടൊന്ന് കളിപ്പിക്കുന്നത് മാത്രമാണ് ഇന്ന് ഞാൻ വീഡിയോൻ്റെ അവസാനം ഇട്ടേക്കുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇനി തുടർന്നില്ല, അത് കണ്ടവർക്ക് തുടർന്ന് കാണാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു. ഇത്ര നേരം അതിൻ്റെ അകത്തിരുന്ന് വെച്ച് തന്നിട്ടാണ് പേടിച്ച് തത്തുമ്മോ.
അവൻ ഇവിടെ നിക്കണ പിന്നെ ഇപ്പഴും പേടി മാറണില്ല കൊച്ചിന്. ഇപ്പഴും പേടി മാറണില്ലേ? അയ്യോ അയ്യോ അയ്യോ, അവൻ കടിക്കും പിന്നെ, അവൻ കടിക്കും പിന്നെ. ഇപ്പഴും പേടി. ഇപ്പൊ കൊറേ നാളായിട്ട് ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആളെ. ഇപ്പൊ ഞാൻ ഈ മുറി കയറിയപ്പോ ഒന്ന് എടുത്ത് കാണിച്ചതാ. കത്തുമ്പോ ആ സൈഡിൽ കൂടി പോര്, ഇതിൽ കൂടി പോര്. അവൻ കടിക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ട് പോര്, വാ സൈഡിൽ കൂടി പോര്, വാ വേഗം പോര്, ഇങ്ങോട്ട് ഓടിപ്പോര് ഇങ്ങോട്ട്. കത്തുമ്പോ പേടി മാറിയില്ലേ? മമ്മി ഇത്തിരി നീക്കിത്തരാം. പോരിങ്ങോട്ട്. രക്ഷപ്പെട്ട കൊച്ചി. സ്വരം പോലും മാറിപ്പോയി കൊച്ചിൻ്റെ. പൊന്നപ്പി അവനെ എത്തിമ്മ.